ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് CDSൻ്റെ തനത് ഫണ്ടിൽ നിന്നും ഇൻ്റർനെറ്റ് ബില്ല് കൊടുക്കുന്നത് എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, CDSൻ്റെ തനത് വരുമാനത്തിൽ നിന്നും CDSൻ്റേതായിട്ടുള്ള ചിലവുകൾ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന ഓൺ ഫണ്ടിൽ നിന്നും CDSൻ്റെ തനത് ചിലവായിട്ടുള്ള ഇൻ്റർനെറ്റ് ബില്ല് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഗേറ്റ്വേ ടാലിൽ നിന്ന് ക്രിയേറ്റ് പ്രസ് ചെയ്യുക, ലെഡ്ജർ എൻ്റർ ചെയ്യുക. ഇത് ഇൻ്റർനെറ്റ് എക്സ്പെൻസ് എന്ന് ഹെഡ് കൊടുക്കുക. ഇൻ്റർനെറ്റ് ചാർജ് എന്നോ ഇൻ്റർനെറ്റ് എക്സ്പെൻസ് എന്നോ ടെലിഫോൺ ബില്ലെന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഇൻ്റർനെറ്റ് എക്സ്പെൻസ് എന്ന് ഹെഡ് കൊടുക്കുക. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻകം അല്ല, എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല, കോസ്റ്റ് സെൻറ്ററിൻ്റെയും ആവശ്യമില്ല. കോസ്റ്റ് സെൻറ്റർ ഓഫ് ചെയ്യുക, സേവ് ചെയ്യുക. ഒരു ലെഡ്ജർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വൗച്ചർ എൻട്രി എടുക്കുക, ഡേറ്റ് സെലക്ട് ചെയ്യുക. പേയ്മെൻ്റ് ആണ് കൊടുക്കുന്നത്, ഓൺ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. കൊടുക്കുന്ന ഇനം ഇൻ്റർനെറ്റ് ചാർജ് എന്നുള്ള ഇൻ്റർനെറ്റ് എക്സ്പെൻസ് എന്നുള്ളതാണ് 510 രൂപ. ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് നമ്പർ കൊടുത്ത് സേവ് ചെയ്താൽ മതി. അടുത്ത മാസം വരുമ്പോൾ ഓൺ ഫണ്ടിൽ നിന്നും ഇൻ്റർനെറ്റ് എക്സ്പെൻസ് കൊടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇതിന് ലെഡ്ജർ ഉപയോഗിച്ച് ചെയ്താൽ മതിയാവും. കാര്യം ഇൻ്റർനെറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വിശദീകരണം ആവശ്യമില്ലാത്ത ഒരു ഇനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ മതിയാവും. എന്നിട്ട് ലെഡ്ജർ എങ്ങനെയാണ് നോക്കുന്നതെന്ന് നോക്കണം. ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, ലെഡ്ജർ. ഇതിൽ ഇൻ്റർനെറ്റ് എക്സ്പെൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. 1/4 മുതൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 മാസം, ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസത്തിലും ബില്ല് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് F1 പ്രസ് ചെയ്യുക. ഡീറ്റെയിൽ എടുക്കുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് 1020 510 രൂപ 2 മാസത്തേക്ക് 1020 രൂപ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഓൺ ഫണ്ട് ഇൻകം നിലവിൽ നമ്മൾ 1550 രൂപയാണ് വരവ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഇൻ്റർനെറ്റ് ചാർജ് കൊടുത്തത് കുറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ പ്രത്യേകിച്ച് ഇതിന് ഇമ്പാക്റ്റ് ഒന്നുമില്ല. കാര്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ബാലൻസ് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് കണ്ട് ലയബിലിറ്റി ആയിട്ടോ അസറ്റായിട്ടോ ഒന്നും ഇത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള എൻട്രിയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് തനത് ചിലവുകളായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ല്, മീറ്റിംഗ് റിഫ്രഷ്മെൻറ്റ്, സ്റ്റേഷനറി, ഇങ്ങനെയുള്ളത്. ഇവയ്ക്കെല്ലാം വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.